ഓക്കെ, സെക്കൻഡ് ഡെമോ ക്വസ്റ്റ്യൻ ഒന്ന് ഓടിച്ചുവിട്ട് പറഞ്ഞുതരാം. ഇതിനകത്ത് എപ്പിസിക്കൽ ഗിയർ ട്രെയിൻ എന്നാണ് അറേഞ്ച് സ്റ്റോൺ ഇൻ ഫിഗർ. ഈ ഫിഗർ തന്നിരിക്കുന്ന പോലെയാണ് ഗിയർ ട്രെയിൻ വന്നിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹൗ മെനി റവല്യൂഷൻ ഡസ് ദ ആം ടു വിച്ച് പിനിയൻ ബി ആൻഡ് സി ആർ അറ്റാച്ച്ഡ്. അതായത് ബിയും സിയും എത്ര റവല്യൂഷൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ശരി. അപ്പം അവർ കണ്ടീഷൻ തന്നിട്ടുണ്ട്. എ മേക്സ് 1 റവല്യൂഷൻ ക്ലോക്ക് വൈസ്, ഡി മേക്സ് ഹാഫ് എ റവല്യൂഷൻ ആൻറ്റി ക്ലോക്ക് വൈസ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, പിന്നെ എ മേക്സ് 1 റവല്യൂഷൻ ക്ലോക്ക് വൈസ്, ഡി സ്റ്റേഷനറി. സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണെങ്കിൽ അപ്പം കണ്ടീഷൻ എങ്ങനെ, അപ്പം എങ്ങനെ എൻ സി എങ്ങനെ വരും എന്നുള്ളതാണ് ചോദ്യം. അപ്പം നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ ഗിയേഴ്സ് എ ആൻഡ് ഡി ആർ 40 and 90 റെസ്പെക്റ്റീവ്ലി, ക്രമമായി. അപ്പം എയുടെ ഇത് 40, ഡിയുടെ ഇത് 90. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഈ ഒരു എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ ബി എന്ന് പറയുന്ന ഗിയറും സി എന്ന് പറയുന്ന ഗിയറും സെയിം ആണ്. ഞാനിതിപ്പം ഒരു ഡെമോ ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കാൻ കാരണം, ഈ ഒരു സംഭവം വരുവാണെങ്കിൽ ബിയും സിയും ഏതാണ്ട് ഒന്നാണെന്നുള്ള രീതിയിൽ കരുതുക. അതായത് എൻ ബി ഇസിക്കൽ ടു എൻ സി എന്നുള്ള രീതിയിൽ എഴുതുക. അപ്പം ഇവിടെ നിങ്ങൾ ബോക്സ് വരയ്ക്കാൻ നേരത്തെ എൻ ബിക്ക് ഒരു കോളം എൻ സിക്ക് ഒരു കോളം വരയ്ക്കാതെ എൻ ബി ഓർ എൻ സി എന്നുള്ള രീതിയിൽ എഴുതുക. ഓക്കെ, അതിന് ഒറ്റ ഇതായിട്ട് എടുക്കുക. അപ്പം ഇതിൻ്റെ നമുക്ക് റേഡിയസ് എങ്ങനെ കണ്ടുപിടിക്കാം? എൻ ബിയുടെ ഇതും സിയും ഈക്വൽ ആണ്. അപ്പം ഏതെങ്കിലും ഒരെണ്ണം ഇത് ഇല്ലയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എൻ ബി എന്ന് പറയുമ്പോൾ അതിനെങ്ങനെ എടുക്കാം? അതായത് ഡി ഇല്ലേ, ഡിൻ്റെ റേഡിയസ് മൈനസ് എയിൻ്റെ റേഡിയസ് ചെയ്യുമ്പം ഈ ബിയുടെ ഡയമീറ്റർ കിട്ടത്തില്ലേ? മനസ്സിലാവുന്നുണ്ടോ? അതായത് ഡിയുടെ റേഡിയസ് എന്ന് പറയുമ്പോൾ ഇത്രയും കാണും. അതിൽ നിന്ന് എയിൻ്റെ റേഡിയസ് ഇത്രയും കുറയ്ക്കുമ്പോൾ മിച്ചം കിട്ടുന്നതാണ് എന്തോന്ന്? ബിൻ്റെ ഡയമീറ്റർ. ഓക്കെ, അപ്പം ഡി ബി ഇസിക്കൽ ടു എഴുതുക. ഡി ബി ഇസിക്കൽ ടു ഡയമീറ്റർ ഓഫ് എന്തോന്നാണ്? ഡിൻ്റെ ഡയമീറ്റർ ഡിൻ്റെ റേഡിയസ് മൈനസ് എയിൻ്റെ റേഡിയസ് ചെയ്യുമ്പോൾ എന്തോന്ന് കിട്ടി? ഡി ബി കിട്ടി. അപ്പം നമുക്കതിനെ ടീൻ്റെ ഫോമിൽ എഴുതുമ്പം ഡി കൊടുത്ത സ്ഥലത്ത് ടി കൊടുക്കുക. ടി ബി ഇസിക്കൽ ടു ടി ഡി ബൈ 2 മൈനസ് ടി എ ബൈ 2. അപ്പോഴത്തേക്ക് എന്തോന്ന് കിട്ടും? ടി ബിയുടെ വാല്യൂ 5 എന്ന് പറഞ്ഞ് കിട്ടും. നമുക്ക് ടി ഡിയും ടി എയുടെ വാല്യൂ അറിയാലോ. ഇട്ട് കൊടുക്കാൻ നേരത്ത് ടി ബി ഇസിക്കൽ ടു 5 എന്ന് കിട്ടും. അപ്പം നമ്പർ ഓഫ് ടീത്ത് ഓഫ് ഗിയർ ബി അല്ലെങ്കിൽ ഗിയർ സി എന്ന് പറയുന്നത് എന്തോന്നാണ്? 5 ആണ്. ഓക്കെ, 5 ആണ്. ടി ബി ഓർ ടി സി ഇസിക്കൽ ടു 5 എന്ന് പറഞ്ഞ് വരും. ശരി. ഇനിയിപ്പോൾ അടുത്തത്, ഇനിയിപ്പോൾ നമുക്ക് ബോക്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസിനെ പോസിറ്റീവായിട്ട് എടുക്കുമെന്ന് എടുത്തു, ക്ലോക്ക് വൈസിനെ മൈനസ് ആണെന്ന് പറഞ്ഞ് എടുത്തു. ഇനിയിപ്പോൾ ബോക്സ് വരയ്ക്കുക. സ്റ്റെപ്പ് നമ്പർ, കണ്ടീഷൻ ഓഫ് മോഷൻ, സ്പീഡ് ഓഫ് ആം, അതാണ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ അത് എൻ എഫ് എടുത്തു. പിന്നെ ഏതെങ്കിലും ഒരു ഗിയറിൽ തുടങ്ങും, ഒന്നെങ്കിൽ എ തുടങ്ങി പുറത്തേക്ക് പോവുക. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തു. അപ്പോൾ എൻ എ എടുത്തു. അതിനുശേഷം എൻ ബി അല്ലെങ്കിൽ എൻ സി. എൻ ബി വേറെ എൻ സി വേറെ അല്ല, ഇത് രണ്ടും ഒന്നാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു എപ്പിസൈക്കിൾ ഗിയർ ട്രെയിനിൽ വിചാരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഏത് വന്നാലും ഇങ്ങനെ തന്നെ ആയിരിക്കും. ശരി. അപ്പം ബി അല്ലെങ്കിൽ സി എന്നുള്ള രീതിയിൽ എടുത്തു. അതിനുശേഷം ഡിനെയും എടുത്ത് എഴുതി. ഓക്കെ, എന്നിട്ട് ബാക്കിയെല്ലാം എഴുതുന്ന പോലെ തന്നെ ആം ഫിക്സഡ് +1 റവല്യൂഷൻ ടു ഗിയർ എ 0 +1 റവല്യൂഷൻ ടു ഗിയർ എ. പ്ലസ് എന്ന് പറയുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പം എൻ ബി എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? എൻ ബി ഇസിക്കൽ ടു ടി എ ബൈ ടി ബി ഇൻറ്റു എൻ ബിയുടെ താഴെ എൻ എ, അതിപ്പുറം പോയപ്പം ഇൻറ്റു എൻ എ. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതി. അപ്പോൾ ടി എ ബൈ ടി ബി, എൻ എ എന്ന് പറഞ്ഞാൽ ഇവിടെ +1 അല്ലേ, അപ്പോൾ അങ്ങനെ വന്നു. പിന്നെ ഇതിപ്പം ആൻറ്റി ക്ലോക്ക് വൈസിൽ കറങ്ങി, ഇതെങ്ങനെ കറങ്ങും? ക്ലോക്ക് വൈസിൽ കറങ്ങും. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇത് പ്ലസ് ആയി, ഇത് മൈനസ് ആയി. ഓക്കെ, ശരി. ഇനിയിപ്പോൾ ഗിയർ ഡിയുടെ കണ്ടുപിടിക്കണമെങ്കിൽ അത് പെട്ടെന്ന് കയറ്റി എൻ ഡി ഇസിക്കൽ ടു എന്ന് എഴുതുക. ടി ബി ബൈ ടി ഡി ഇൻറ്റു എൻ ബി, എൻ ഡി ബൈ എൻ പി എന്നാണ്. അപ്പോഴത്തേക്ക് ഇവിടെ ബി എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ടി ബി ബൈ ടി ഡി വരും. ഈ ബി ഇപ്പുറം പോകുമ്പോൾ ഇൻറ്റു എൻ ബി ആവും. ശരി. അപ്പം നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആണെങ്കിൽ എങ്ങനെ ആക്കും? ഇതും വെട്ടിപ്പോവും. കണ്ടോ, അതുപോലെ വെട്ടിയിട്ടുണ്ട്. ടി ബിയും വെട്ടിപ്പോയി. അപ്പം ടി എ ബൈ ടി ഡി എന്ന് പറഞ്ഞു വന്നു. ഡയറക്ഷൻ എങ്ങനെ? ഇതൊരു ഇന്റേണൽ ടീത്ത് അല്ലേ, അപ്പോൾ ബി ഏത് ഡയറക്ഷനിൽ കറങ്ങുന്ന ആ ഡയറക്ഷനിൽ ഡിയും കറങ്ങത്തുള്ളൂ. അപ്പോൾ സെയിം മൈനസ് എടുത്ത് ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഇത് കംപ്ലീറ്റ് ആവുന്നത്. ഇനി അതിനുശേഷം ആം ഫിക്സഡ് +x കൊടുത്തു. അപ്പോൾ 0 +1 കൊടുത്ത സ്ഥലത്ത് എക്സ്, ഇവിടെ എക്സ് വരും, ഇവിടെ എക്സ് വരും. പിന്നെ ആഡ് y ടു ഓൾ എലമെന്റ്സ്, +y വരും, +y വരും, +y വരും, +y. അത് ടോട്ടൽ മോഷൻ, ഇതും കൂടെ കൂട്ടി വേണം എഴുതാൻ. അപ്പോൾ y എഴുതി, x+y എഴുതി, -x ടി എ +y, ഇത് അതുപോലെ അങ്ങനെ y എന്ന് പറഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ തന്നിരിക്കുന്ന കണ്ടീഷനിൽ ഇട്ട് കൊടുത്ത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ എന്നാ? എ 1 റവല്യൂഷൻ ക്ലോക്ക് വൈസിൽ, അപ്പോൾ എൻ എ ഇസിക്കൽ ടു -1. ഓക്കെ, ഡി മേക്സ് ഹാഫ് എ റവല്യൂഷൻ ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പം എൻ ഡി ഇസിക്കൽ ടു ഹാഫ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തോന്നാണ്? എൻ ബി അല്ലെങ്കിൽ എൻ സിയുടെ സ്പീഡ് അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ. എൻ ബി അല്ലെങ്കിൽ എൻ സിയുടെ
അപ്പോൾ എൻ എ എന്ന് പറയുന്ന ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഇസിക്കൽ ടു -1 കൊടുത്തു. അപ്പോൾ എക്സ് ഇസിക്കൽ ടു -1 - y എന്ന് പറഞ്ഞു വരും. ഓക്കെ, അപ്പം അതപ്പോൾ അവിടെ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് എടുത്ത് അവിടെ ഇരിക്കട്ടെ അത്. ഇനിയിപ്പോൾ അടുത്ത എൻ ഡി ഇസിക്കൽ ടു ഹാഫ് എന്ന് പറഞ്ഞില്ലേ, എൻ ഡിയുടെ ഇക്വേഷൻ എടുത്ത് കൊടുക്കുക. ഇതാണ് എൻ ഡിയുടെ ഇക്വേഷൻ. അത് എടുത്ത് കൊടുത്തു. ടി എ ബൈ ടി ഡി 40, 90 എല്ലാം കൊടുത്തു. ഇതിനകത്ത് നമുക്ക് എക്സിന്റെ അവിടെ നമ്മൾ എന്തോന്ന് പറഞ്ഞിട്ടു, എക്സ് ഇസിക്കൽ ടു -1 - y എന്നാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്ററിൽ ഇട്ട് വൈൻ്റെ വാല്യൂ നമുക്ക് കിട്ടും 0.038 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഡൗട്ടില്ലല്ലോ. അപ്പം എക്സും വൈയും കിട്ടിയേ. ഇതും വെച്ചിട്ട് നമുക്ക് എന്തോന്ന് ചെയ്യാം, എൻ ബി അല്ലെങ്കിൽ എൻ സി കണ്ടുപിടിക്കാം. ഈ ഇക്വേഷനിൽ കൊണ്ട് ഇടുക. എല്ലാം ഉണ്ട്. ടി ബി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു. അപ്പോൾ ഇട്ട് ചെയ്യാൻ നേരത്ത് നമുക്കൊരു വാല്യൂ കിട്ടും. അത് പോസിറ്റീവ് ആണെങ്കിൽ എന്തോന്ന് കൗണ്ടർ ക്ലോക്ക് വൈസ്, നെഗറ്റീവ് ആണെങ്കിൽ ക്ലോക്ക് വൈസ്. എനിക്കത് കിട്ടിയത് എന്തോന്നാണ് -8.266 എന്ന് പറഞ്ഞ് കിട്ടി. മൈനസ് ആയതുകൊണ്ട് അത് ക്ലോക്ക് വൈസ്. ഇനിയിപ്പോൾ അടുത്തത് എന്തോന്നാണ്, when a makes 1 revolution clockwise, അപ്പം എൻ എ ഇസിക്കൽ ടു -1, എൻ ഡി സ്റ്റേഷനറി, എൻ ഡി ഇസിക്കൽ ടു 0. അപ്പോൾ എൻ ബി അല്ലെങ്കിൽ എൻ സി കണ്ടുപിടിക്കുക. അപ്പം എൻ എയുടെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഇസിക്കൽ -1 കൊടുത്തു. അപ്പോൾ എക്സിൻ്റെ ഇക്വേഷൻ കിട്ടി, അതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ ഡിയുടെ ഇക്വേഷൻ എടുത്തിട്ട് കൊടുത്തപ്പോഴത്തേക്കും വൈ നമുക്ക് 0.8 എന്ന് പറഞ്ഞ് കിട്ടി. അതുകൊണ്ട് നമ്മൾ എക്സിൽ ഇട്ടെടുത്തപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ വൈൻ്റെ വാല്യൂ നമുക്ക് പറയാം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇക്വേഷനിൽ ടി എ ബൈ ടി ബി, അതിൻ്റെ ടി ബി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചതാണല്ലോ, അത് എടുത്ത് ചെയ്യാൻ നേരത്തെ എന്തോന്ന് കിട്ടും, 15.2 RPM കൗണ്ടർ ക്ലോക്ക് വൈസ്. ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ്. അത്രയേ ഉള്ളൂ ഈ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. തേർഡ് മൊഡ്യൂൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ വരാൻ നേരത്ത് ചെയ്യാനുള്ളത് അത് ആ ഒരു രീതിയിൽ ചെയ്യണം. ഗിയർ എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഇക്വേഷൻസ് പഠിച്ച് വെച്ചിട്ട് അതിനെ കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്ത് ആ ഒരു രീതിയിൽ കൊണ്ടുവരണം. പിന്നെ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് കുറച്ച് ഇത് കണക്ക് ചെയ്യുന്ന പോലെ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാം ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സില്ലേ, അതിന് ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് കാണും. അപ്പം നിങ്ങൾ ഇത് കാണുന്നവർ ഉറപ്പായിട്ടും ആ ക്വസ്റ്റ്യൻസും കൂടെ നോക്കണം. ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഓരോ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിനെയും അവരെങ്ങനെയാണ് എടുത്തിരിക്കുന്നത്, ആ ബോക്സ് വരയ്ക്കാൻ നേരത്ത് ഏതൊക്കെ ഓറാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ആകപ്പാടെ ഞാൻ പറഞ്ഞല്ലോ 1, 2, 3, 4 ഒരു 4 അല്ലെങ്കിൽ ഒരു 5 പാറ്റേൺ ഒക്കെ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിൽ വരത്തുള്ളൂ. അത് തന്നെയാണ് പിന്നെ റിപ്പീറ്റ് അടിച്ചും ചെറിയ ഒരു വ്യത്യാസമൊക്കെ കൊണ്ടുവന്ന് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 4-5 പാറ്റേൺ മാത്രം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് സുഖമായിട്ട് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ തേർഡ് മോഡ്യൂൾ. താങ്ക് യു.